ഞാൻ ഈ സ്റ്റാൻഡും ഫോണും കൂടിയിട്ട് ഉമ്മർത്ത് കൊണ്ടുവന്ന് വെച്ചു. അത് കണ്ടപ്പോഴാണ് എല്ലാവരും ഈ ചിരിക്കണത്. അപ്പം അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഈവനിങ് ഡേ ഇൻ മൈ ലൈഫൊക്കെ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ പിന്നെ ഒന്ന് എടുത്ത് നോക്കാമെന്ന് വിചാരിച്ചെടുത്തതാണ്. അപ്പോൾ ഞങ്ങൾ ഓട്ടോയിലാണ് പോണത്. അപ്പോൾ ഓട്ടോയിലെ ചേട്ടൻ പറയുക സിനിമ പിടിക്കുകയാണോ ചോദിച്ച് അങ്ങനെ ചിരിച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും ചിരിച്ചതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടനെയും കൂടി എടുക്കാം. അപ്പോൾ ആർക്കെങ്കിലൊക്കെ ഓട്ടോ അത്യാവശ്യം വേണിച്ചെങ്കിൽ കറക്റ്റ് സമയത്ത് വരുന്ന ചേട്ടനാണ് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചിരിച്ചതാണ്. അപ്പോൾ നമുക്ക് ഇറങ്ങാൻ നോക്കാം. ഞങ്ങളിന്ന് പോണത് എൻ്റെ വീട് അക്കിക്കാവ് കുന്നംകുളം, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ കുന്നംകുളത്ത് അക്കിക്കാവിൽ. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും പിന്നെ മക്കൾ 2 പേരും കൂടിയിട്ടാണ് പോണത് കേട്ടോ. അവിടെ ചാലിശ്ശേരിക്ക് പോണ വഴിക്ക് മുലയമ്പറമ്പത്തുകാവ് അമ്പലമുണ്ട്, അവിടേക്കാണ് പോണത്. പണ്ട് ചെറിയ കുട്ടിക്കായിരുന്നപ്പോൾ ഞങ്ങൾ അന്ന് ഞങ്ങളുടെ വീട് പെരുമ്പിലാവിൻ്റെ ആ ഭാഗത്തായിരുന്നു. അവിടെ നമുക്ക് നല്ല എളുപ്പത്തിൽ ഷോർട്ട് കട്ടൊക്കെ ഉണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് പോകുമായിരുന്നു. കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ പോകാൻ പറ്റാറില്ല. പിന്നെ എന്തായാലും പോവാം. ഇവിടെ 2 അമ്പലമായിട്ടാണ് ഉള്ളത് കേട്ടോ. നമ്മൾ ആദ്യം എത്തണത് ഈ ഒരു നടക്കിലേക്കാണ്. അത് കഴിഞ്ഞ് ഇവിടുത്തെ പ്രതിഷ്ഠ തൊഴുത് കഴിഞ്ഞ് വലം വെച്ചിട്ട് നമുക്ക് പുറകിലേക്ക് ഇറങ്ങാം. പുറകിൽ ഒരമ്പലം കൂടിയുണ്ട്, നമ്മൾ നടന്ന് പോണ അമ്പലം. പിന്നെ ഒരു അമ്പലത്തേക്ക് കൂടി ഇനി പോകണം, മങ്ങാടുള്ള അമ്പലം. അതായത് പഴഞ്ഞി റൂട്ട് മങ്ങാട് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, അവിടെ ഒരു അമ്പലം കൂടിയുണ്ട്. അവിടെ അച്ഛൻ എപ്പോഴും പോകാറുള്ളൊരു അമ്പലമാണ്. അപ്പോൾ അവിടേക്കും കൂടി പോയി തൊഴുത് വരാമെന്നുള്ളതിലാണ് ഇറങ്ങിയത്. പെരുമ്പിലാവിലുള്ള പുതിയ മാളാണ് കേട്ടോ, ഫാൾക്കൻ മാള്. അപ്പോൾ അവരുടെ ഓണറിൻ്റെ വീട് നമ്മളീ പോണ വഴിക്കാണ്. ഞാൻ ഈ വീഡിയോയിൽ ആ വീട് ഉൾപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഞങ്ങൾ ചെറുതായിരിക്കുമ്പോൾ തന്നെ ഈ വീടിൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ടുള്ളത്. വലിയൊരു വീടാണ്, ഭയങ്കര വലിയ ഫംഗ്ഷനായിട്ടാണ് ഹൗസ് വാമിങ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അന്ന് നാട്ടിലുള്ള സകല ആൾക്കാരും ഈ ഫംഗ്ഷന് പോയിട്ടുണ്ട്. സോ കോമൺ ആയിട്ട് എല്ലാവർക്കും വരാം, ആർക്ക് വേണമെങ്കിലും വരാം എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു അന്ന്. പിന്നെ അറബികൾ അങ്ങനെ എല്ലാ ആൾക്കാരും വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ വീടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള 1-2 വീടുകൾക്ക് അവരെ പോലെ തന്നെയുള്ള മതിലാണ്. അത് അവർ പണിതതാണെന്നൊക്കെയാണ് അന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നത്. നമുക്ക് സത്യം അറിയില്ല. കണ്ട ഈ മതിൽ തുടങ്ങിയത് മുതലാണ് അവരുടെ ഒരു വീടിൻ്റെ ഇത് തുടങ്ങണത്. ഇതിൻ്റെ ഉള്ളിലാണ് അവരുടെ വീടുള്ളത്. അതിൻ്റെ ഗേറ്റാണത്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫാൾക്കൻ എന്ന്. പിന്നെ ഒരു വാച്ച്മാനും നിൽക്കുന്നുണ്ട്. ഇപ്പുറത്തേക്കും സെയിം അതിൽ തന്നെ ഉണ്ട്. ചാലിശ്ശേരി ഭാഗത്തുനിന്ന് പെരുമ്പിലാവിക്ക് പോണ ആ റൂട്ടിലാണ് ഇവരുടെ വീടുള്ളത്. അറക്കിലൊക്കെ കഴിഞ്ഞ് റൈറ്റ് സൈഡിലായിട്ടാണ് വരിക നമ്മൾ കുന്നംകുളം ഭാഗത്തേക്ക് പോകുമ്പോൾ. പിന്നെ ഇതാണ് ഫാൾക്കൻ മാള്. നമ്മൾ അമ്പലത്തിൽ നിന്ന് തിരിച്ച് വന്നിട്ട് വീട്ടിൽ പോയിട്ട് ഫാൾക്കൻ മാള് കാണാം എന്നുള്ള പ്ലാനിലാണ് പോണത്. ഇപ്പോൾ നമ്മൾ ഈ പോണത് മങ്ങാട് അമ്പലത്തേക്കാണ് കേട്ടോ. ഈ അമ്പലത്തേക്ക് പോണ റൂട്ടിലാണ് ഞാൻ ഡിഗ്രിക്ക് പഠിച്ച കോളേജ് ഉള്ളത്. അപ്പോൾ ആ റെഡ് കളറിൽ എഴുതിയിട്ടില്ലേ, അതാണ് MD കോളേജ്. അവിടെയാണ് ഞാൻ ഡിഗ്രി പഠിച്ചത്. അപ്പോൾ ഈ വഴിയൊക്കെ കാണുമ്പോൾ നമുക്ക് നൊസ്റ്റു വരും. ബസ്സിലൊക്കെ കയറി തൂങ്ങി പോയതും അതെല്ലാം നമുക്ക് ഓർമ്മ വരും. ഇതാണ് ഞങ്ങളുടെ കോളേജിൻ്റെ ബസ് സ്റ്റോപ്പ്. പിന്നെ ഇതാണ് കോളേജിൻ്റെ മെയിൻ ഗേറ്റ്. അതിൻ്റെ ഉള്ളിലേക്കാണ് കോളേജ് ഉള്ളത്. ഈ സമയത്തൊക്കെ സ്കൈ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ആകാശത്ത് ഇങ്ങനെ നിറയെ മേഘങ്ങളൊക്കെ ആയിട്ട് മഴ പെയ്യാനായിട്ട് ഉള്ള ആ ഒരു സമയമായിരുന്നു. അങ്ങനെ നമ്മൾ മങ്ങാട് അമ്പലത്തിലെത്തിയിട്ടേ. അവന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് വഴിപാട് അവൻ്റെ പേരിൽ കഴിപ്പിച്ചിട്ടുണ്ടോ അമ്മയുടെ പേരിൽ കഴിപ്പിച്ചിട്ടുണ്ടോ എന്നൊക്കെയാണ് കേട്ടോ. വീട്ടിലെത്തിയിട്ട് 1-2 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് നമുക്കിനി മുടിയൊക്കെ മാറ്റി കെട്ടിയിട്ട് ഫാൽക്കൺ മാൾ കാണാൻ പോവാം. അപ്പോൾ നമ്മൾ ഫാൽക്കൺ മാളിൻ്റെ മുന്നിലെത്തി. ഇതാണ് ഫാൽക്കൺ മാളിൻ്റെ മുന്നിൽ നിന്നുള്ളൊരു വ്യൂ. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടിയും പണികളൊക്കെ ബാക്കിയുണ്ട് അവിടെ. ഇത് എൻട്രൻസുമാണ്. ഇവിടെ നിന്ന് കടന്നു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ അകത്തേക്ക് കിടക്കാം. അകത്തേക്ക് കിടക്കുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ മെൻസ് വെയർ ഷോപ്പുണ്ട്. അത് മെൻസ് വെയർ ആണെന്ന് മനസ്സിലാവേണ്ടി ഞാൻ ആദ്യം ഇവിടെ കയറി നോക്കി. പിന്നെ മുകളിലേക്ക് കയറി നോക്കിയപ്പോൾ അവിടെ ഡ്രസ്സിൻ്റെ നല്ലൊരു ഷോപ്പുണ്ട്. അത് മെൻസും ലേഡീസും കിഡ്സും എല്ലാം ആയിട്ടുള്ള ഷോപ്പ്. അപ്പോൾ അവിടെ നിന്ന് വേഗം 1-2 ഡ്രസ്സൊക്കെ നോക്കി. പിന്നെ പിള്ളേർക്ക് വിശക്കുണ്ടെന്ന് പറയുന്നത് കാരണം അധികം നേരം തിരയാനായിട്ട് സമയം കിട്ടിയില്ല. നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. 1-2 എണ്ണം ഞാൻ ട്രയൽ ചെയ്തു, എന്നിട്ട് ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. ഈ ഡ്രസ്സ് എനിക്ക് നല്ല ഇഷ്ടമായി, പക്ഷേ ഇതെനിക്ക് ഭയങ്കര ലൂസായിരുന്നു. പിന്നെ ഞാൻ വേറെ ഒരെണ്ണം കൂടി ട്രയൽ ചെയ്തിട്ട് അതെടുത്തു. പിന്നെ ബില്ലും പേ ചെയ്ത്. ഇനി താഴെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടുന്ന് കോഫി പൗഡർ നോക്കണമായിരുന്നു. അത് നോക്കാനായിട്ട് ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി. ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഗ്രോസറി, അതേപോലെ മീറ്റ്, ഫിഷ് എല്ലാം ഉണ്ട്. ഇപ്പോൾ പെരുമ്പിലാവിലെല്ലാം കിട്ടുന്ന ഒറ്റ സ്ഥലം എന്ന് വേണമെങ്കിലും പറയാം. എന്തായാലും നമുക്ക് അലഞ്ഞു തിരിഞ്ഞ് പർച്ചേസ് ചെയ്യണ്ട, ഇവിടേക്ക് വന്നാൽ മതി, എല്ലാം ഒറ്റയടിക്ക് മേടിച്ച് പോവാം. ഇനി മുകളിലും ഉണ്ട്, പക്ഷേ അവിടേക്ക് പോകാൻ സമയമില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ തന്നെ അവിടെ ക്ലോസിങ് ടൈമായി. പിന്നെ അവർക്ക് വിശക്കുമെന്ന് പറഞ്ഞപ്പോൾ താഴത്തൊരു ഫുഡ് കോർട്ട് പോലൊരു സ്ഥലമുണ്ട്, അവിടുന്ന് ഭക്ഷണം കഴിച്ച് പോകാമെന്ന് കരുതിയിട്ട് ഇറങ്ങി ഞങ്ങൾ. പക്ഷേ അവിടുന്ന് ഭയങ്കര കോസ്റ്റ്ലിയാണ് അവിടുത്തെ ഫുഡ്. ഞങ്ങൾക്ക് അത്ര ഇഷ്ടമൊന്നും ആയില്ല. പക്ഷേ പിസയും ബർഗറും കുഴപ്പമില്ല. ഇതിൻ്റെ മുകളിലും ഉണ്ട്, പക്ഷേ അവിടേക്കൊന്നും ഞങ്ങൾക്ക് പോകാൻ സമയം കിട്ടിയില്ല. അപ്പോൾ ഇനി ഒരിക്കലും പോകുമ്പോൾ അതിൻ്റെ വീഡിയോ ഇടാം. നിങ്ങൾ മുകളിലേക്കൊന്നും പോയില്ല എന്ന് പറഞ്ഞില്ലേ, അവിടെ തിയേറ്ററൊക്കെ ഉണ്ട്. ടൊവിനോ വന്നാണ് ഇനോഗ്രേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
താങ്ക് യു.